ഒരു നവംബർ മാസം മുതൽ ചെറിയ ചെറിയ തോതിൽ ഞെട്ടലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അത് നമുക്ക് പേടിക്കൊന്നും തോന്നത്തില്ല. ചെറിയ കുളിര് കോരുന്നത് പോലായിരുന്നു. 1-2 പ്രാവശ്യം, ദിവസം ഒരു 1-2 പ്രാവശ്യം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച, മാസങ്ങൾ അങ്ങനെ കൂടി വന്നു. കണ്ടാൽ പേടിയാവും. ഞാനതിൻ്റെ വീഡിയോ കാണിക്കാം. ഏതാണ്ട് ഈ രീതിയിലായിരുന്നു വീഡിയോ. ഇതുപോലെ ഒരു 10-200 പ്രാവശ്യം ഞെട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു. ഫിക്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. നമുക്ക് നോക്കാം, അടുത്ത ആഴ്ച ഒരു MRI അങ്ങനെ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോയില്ല. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തീരുമാനം അനുസരിച്ച് ഞങ്ങൾ നേരെ വന്നത് കൃപാസന മാതാവിൻ്റെ നടയിലേക്കാണ്. ഞങ്ങൾ ഇവിടെ വന്നു. അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു. അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അന്നേരം ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചായിരുന്നു. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് അന്നേരം അച്ഛൻ കൊച്ചിൻ്റെ തലയ്ക്ക് ഈശോയുടെ രൂപം, കുരിശ് രൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ ഫോണിലെ വീഡിയോ അതിനോട് അച്ഛനെ ആ സമയം അച്ഛൻ പറഞ്ഞു, ഫോണിലെ വീഡിയോ വേണ്ട, കൊച്ചി തന്നെ നേരിട്ട് നിൽക്കുകയാണല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു. അങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ കാശ് രൂപം പ്രത്യേകം മാതാവിൻ്റെ അവിടെ കൊണ്ടുപോയി വീണ്ടും മുട്ടിച്ച് കൊണ്ടുപോയി കൊച്ചിൻ്റെ കൈ കൊണ്ടേ കൊടുത്ത് കൊന്തയിൽ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ രൂപം പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ മെയ് 2024 മെയ് 18 തീയതിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇതുപോലെ ഒരൊറ്റ തവണ പോലും ഞെട്ടലുണ്ടായിട്ടില്ല.